അപ്പോൾ അവരുടെ ആ സക്സസ് കഥയും ഇയാളുടെ കഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പാഷനെ പിന്തുടരുക എന്ന് വെച്ചാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാഷൻ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. അത് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്ത് ടാലൻ്റ് ഉണ്ടെന്നാണ്. നമ്മളുടെ ടാലൻ്റ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 10ഉം 16ഉം അല്ലെങ്കിൽ 18 വയസ്സൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കരിയറിൽ ഒരു ടേണിംഗ് പോയിൻ്റായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് പല സക്സസ് ആയ മാതൃകകൾ അല്ലെങ്കിൽ ആൾക്കാരെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇവരുടെ കരിയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിരിക്കും. പക്ഷേ അവരുടെ കാര്യം കേൾക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഫെയിലിയർ ആയവരുടെ കഥയും കേൾക്കണം. ഇപ്പോൾ ഈ സക്സസ് ആയിട്ട് നിൽക്കുന്ന പല ചേട്ടന്മാരും അല്ലെങ്കിൽ ചേച്ചിമാരും ഒക്കെ കാണും, അല്ലെങ്കിൽ നല്ല പ്രായമുള്ളവരൊക്കെ കാണും. അവർ സക്സസ് ആയി നിൽക്കുന്നതിന് അവരുടെ കഴിവ് മാത്രമല്ല, അല്ലാതെ അവരുടെ ഹാർഡ് വർക്ക് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായി വന്നതുകൊണ്ടുകൂടിയാണ് അവർ സക്സസ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഇവിടെ ഒരാൾ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് പാസ്സായി. അതേസമയത്ത് ഇപ്പോൾ യുദ്ധമൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുള്ള യുക്രൈനിലും പാസ്സായി. ഇവർക്ക് രണ്ടും ഒരേ കഴിവാണ്. ഇയാൾ പാസ്സായ സമയത്താണ് അവിടെ യുദ്ധം വന്നത്. ഇയാൾക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ ഇയാൾക്ക് 1-2 വർഷം മാറി വേണം പഠിക്കാൻ പോകേണ്ടത്. അപ്പോഴത്തേക്ക് പല അവസരങ്ങളും ഇല്ലാതാവും. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിലുള്ള ആ കുട്ടി, എൻട്രൻസ് പാസ്സായ കുട്ടി, ഈ സമയത്ത് അവൻ പഠിച്ച് മുന്നേറുകയാണ്. അപ്പോൾ അവരുടെ ആ സക്സസ് കഥയും ഇയാളുടെ കഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ സക്സസ് ആയവരെ മാത്രം ചൂസ് ചെയ്യരുത്. അവരിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുക്കാം, നമ്മുടെ പേഴ്സണാലിറ്റിയിലോട്ട് എടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേ സമയത്ത് ഫെയിലിയർ ആയവരെ നമ്മൾ കാണാതെ പോകരുത്. ഫെയിലിയർ ആകാൻ ഒരുപാട് കാരണങ്ങൾ കാണും. ആ കാരണങ്ങൾ എന്താണെന്ന് പഠിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ നമുക്കുണ്ടാകാതെ മുന്നോട്ട് നീങ്ങാൻ പറ്റും. അപ്പോൾ ഫെയിലിയർ സ്റ്റോറീസ് നമുക്ക് ഒരുപാട് കേൾക്കാൻ പറ്റും. ഇപ്പോൾ ചില യുദ്ധവിമാനങ്ങൾ യുദ്ധം കഴിഞ്ഞ ശേഷം അവർ സർവൈവ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സർവൈവ് ചെയ്ത് എത്തിയപ്പം അതിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് തിരിച്ചു വന്നെന്ന് മാത്രമേ നമുക്കറിയാൻ പറ്റൂ. പക്ഷേ കുറേ തകർന്ന യുദ്ധവിമാനങ്ങളുണ്ട്, അവരെന്തുകൊണ്ട് വന്നില്ല, അത് പഠിച്ചാലേ നമുക്ക് പുതിയ ടെക്നോളജികൾ അതിനകത്ത് യൂസ് ചെയ്ത് ഇത് തകരാനുണ്ടായ കാരണം എന്താണെന്ന് പഠിച്ചാൽ പുതിയ ടെക്നോളജികൾ യൂസ് ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻ വേർഷൻ ഇറക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മൊബൈലിൻ്റെ ആപ്ലിക്കേഷൻ ഇറക്കുമ്പോഴും അവരാദ്യം ഒരു ട്രയൽ ഇറക്കി നോക്കിയിട്ട് ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുത്ത ശേഷമായിരിക്കും പുതിയ വേർഷൻ ഇറക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ സക്സസ് മാത്രമല്ല നോക്കേണ്ടത്, ഫെയിലിയറായ ആൾക്കാരെയും കൂടെ നോക്കണം. അവരുടെ ഫെയിലിയറിൻ്റെ കാര്യം എന്താണ്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ നോക്കുന്നത് നല്ലതാണ്. പിന്നീടുള്ളതാണ് പേഴ്സണാലിറ്റി, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമുക്ക് കേരളത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ നടക്കുന്നവർക്ക് സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരുണ്ട്. സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കാണുമ്പോൾ പേടിയുള്ളവരുണ്ട്, അത് ഇൻട്രോവേർട്ടല്ല. പിന്നെ സെൽഫ് കോൺഷ്യസ് ആണ്. ചില ആൾക്കാരൊക്കെ എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെ നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, അത് സെൽഫ് കോൺഷ്യസ് ആണ്, അത് ഇൻട്രോവേർട്ടല്ല. ആൾക്കാർക്ക് ചിലപ്പം ഫസ്റ്റ് ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, അതും ഇൻട്രോവേർട്ടല്ല. ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ക്രൗഡിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറിയിരിക്കണം. ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ കഴിയുമ്പോൾ അവർക്ക് ക്ഷീണം തോന്നും. അത് മാറിയ ശേഷം അവർ ഒന്ന് ഒറ്റയ്ക്കിരുന്ന ശേഷം അവർക്ക് തിരിച്ച് പിന്നെയും ആ ക്രൗഡിലേക്ക് പോകാൻ പറ്റുന്ന ആൾക്കാരാണ് ഇൻട്രോവേർട്ട്. മറ്റൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളാണ്, അതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. അതിൻ്റെ തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ നെറ്റിലൊക്കെ വീഡിയോ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് കണ്ടുപിടിച്ച ശേഷം മാറ്റാവുന്നതാണ്. പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ ഇൻട്രോവേർട്ടാണ് അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരാണെന്ന് സ്വയം വിലയിരുത്താതെ മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടുന്നതാണ്. ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് നേടുന്നതാണ്. അവരൊന്നും നമ്മളെ നിർബന്ധിക്കത്തൊന്നുമില്ല ഇന്ന മെഡിസിൻ കഴിക്കണം അല്ലെങ്കിൽ ഇന്ന രീതി ചെയ്യണമെന്നൊന്നും പറഞ്ഞ് നിർബന്ധിക്കുന്നതല്ല. ജസ്റ്റ് അവരെ ഒന്ന് കൺസൾട്ട് ചെയ്യുക, അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആ പേഴ്സണാലിറ്റിയുടെ പ്രശ്നങ്ങൾ മാറ്റാം. അപ്പം ഇൻട്രോവേർട്ടിനും എക്സ്ട്രോവേർട്ടിനും പറ്റിയ ജോലികളുണ്ട്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരി ഈസി ആയിട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാ ഇൻട്രോവേർട്ടായാലും എക്സ്ട്രോവേർട്ടായാലും ജോലി ചെയ്യാൻ പറ്റും, പക്ഷേ അവരുടെ പ്രൊഡക്ടിവിറ്റി വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മൾ അതിൻ്റെ അനുസരിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ നമുക്ക് ആ പേഴ്സണാലിറ്റിയിലൊക്കെ നമുക്ക് ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ട് ചിലപ്പോൾ ആൾക്കാരോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും ആദ്യമൊക്കെ പേടിയുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് ശീലമായി
നല്ല രീതിയിൽ അവരുടെ കരിയറിൽ തന്നെ മാറ്റം വരാൻ സാധ്യതയുള്ളവർ ചിലപ്പോൾ ആദ്യം കയറി ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ DEഡോ BEഡോ ഒക്കെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആദ്യം കയറി നമ്മൾ തീരുമാനം എടുക്കരുത്. നമ്മൾ ആദ്യം ആ ഏരിയയിലൊന്ന് പോയി അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ ആ ഏരിയ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്ത് നമ്മളൊന്ന് സെറ്റ് ആകുമെന്നൊന്ന് നോക്കണം. ആദ്യം കയറി ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന കോഴ്സ് എടുക്കാതിരിക്കുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ പലതും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും പറയുന്നതാണ് പാഷനെ പിന്തുടരുക. പാഷനെ പിന്തുടരുക എന്ന് വെച്ചാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ പാഷൻ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ചില ആൾക്കാരിപ്പം ജനിക്കുമ്പോൾ പറയുന്നത് JCB ഡ്രൈവർ ആവണം, അല്ലെങ്കിൽ ടിപ്പർ ഡ്രൈവർ ആവണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നേക്കാം, ഡ്രൈവർമാരാവണം. പിന്നീട് അവർക്ക് പോലീസ് ആവണമെന്ന് ആഗ്രഹം വരും, പിന്നീട് ചിലപ്പോൾ സിനിമ നടനാവണമെന്ന് ആഗ്രഹം വരും. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പാഷനെ പിന്തുടർന്ന് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു ഏജ് ആയി കഴിയുമ്പോൾ നമുക്ക് വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹം മാറിയ എന്ത് ചെയ്യും? അപ്പോൾ പാഷനെ പിന്തുടരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ടൈം നമ്മളിപ്പം അതിനുവേണ്ടി മാറ്റി വെക്കുക. അതേന്ന് പറഞ്ഞ് നടക്കാതെ അതിനുവേണ്ടി കോളേജ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ടോ നമ്മൾ അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു കരിയറും ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഈ പാഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്ക് നല്ല കഴിവുള്ള ആൾക്കാരാണ്. അവർ പാഷനെ പിന്തുടർന്ന് ചിലപ്പം അവിടെ എത്തിയിട്ടുണ്ട്, ചിലപ്പം എത്തിയിട്ടില്ല. അപ്പോൾ പാഷനെ പിന്തുടരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിനൊരു ടൈം മാറ്റി വെച്ചേക്കുക. ടൈം മാറ്റി വെച്ച ശേഷം അതിനോടൊപ്പം വേറെ കരിയറുകൾ കൊണ്ടുവരിക. പിന്നെ ഇത് സക്സസ് ആകുമെന്ന് കാണുമ്പോൾ ആ പാഷൻ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മറ്റേ കരിയറിനെ നമ്മൾ സൈഡിലേക്ക് ആക്കുക. അപ്പോൾ ഇത് രണ്ടും ഗ്രാജുവലായിട്ട് കൊണ്ടുവന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വർഷം ഇതിന് കൊടുക്കുക, പാഷന് വേണ്ടി കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് സക്സസ് ആകുന്ന ഫെയിലറാണ് നോക്കുക. ഇത് വർഷങ്ങളായി നമ്മളിത് തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ ഭേദം ഒരു വർഷം നമ്മൾ അതിന് സമയം കൊടുത്ത ശേഷം അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അതിന് ടൈം അങ്ങ് കുറയ്ക്കുക. അതിൻ്റെ ടൈം കുറച്ചിട്ട് മറ്റേതിനകത്തോട്ട് ടൈം കൂട്ടുക. അതേ നമുക്ക് രക്ഷയുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൾക്കാരിപ്പം 10-16 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സാകുമ്പോൾ നമുക്ക് കരിയർ അഡ്വൈസ് തരാൻ ഒരുപാട് പേര് വരും. ഇപ്പം ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എൻജിനീയറിങ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ആവുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അങ്ങനെ പലതരം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ആൾക്കാർ പറയും. നല്ല സാധ്യതയുള്ള ഡാറ്റ അനലിസ്റ്റ്, AI ഡെവലപ്മെൻറ്റ്, അങ്ങനെയൊക്കെ ഒത്തിരി മാർക്കറ്റുള്ള ജോബിനെ കുറിച്ച് ആൾക്കാർ പറയും. അപ്പോൾ നമ്മൾ അത് ചൂസ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എന്ത് ടാലൻ്റ് ഉണ്ടെന്നാണ്. നമ്മളുടെ ടാലൻ്റ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ല. ഇപ്പോൾ പാഷൻ നമുക്ക് മാറാം, പക്ഷേ നമ്മുടെ ടാലൻ്റ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് കൈമോശം വരത്തില്ല. അപ്പം നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് അറിഞ്ഞ ശേഷമേ നമ്മൾ കരിയർ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ടാലൻറ്റും ഇപ്പോൾ അതിനെന്ത് ജോബിൽ നമുക്കിപ്പോൾ എന്ത് കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് ടാലൻറ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അല്ല ടാലൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ഒരു സാധനം സെലക്ട് ചെയ്താലും അതും പണി കിട്ടും. ഇപ്പോൾ ടാലൻറ്റും നമ്മുടെ കറണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ ഡിസിഷൻ എടുക്കാനുള്ളത്. ഇപ്പോൾ ടാലൻറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കോഴ്സ് സെലക്ട് ചെയ്യാം. എക്സാമ്പിളായിട്ടാണ് പറയുന്നത്, അതൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് സ്പോർട്സിൽ നല്ല ടാലൻ്റ് ഉണ്ട്, അയാൾക്ക് 10-18 വയസ്സായി, അയാൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്കൊക്കെ പോവാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കാതിരിക്കാം. അപ്പോൾ അയാൾക്ക് സ്പോർട്സ് താല്പര്യമുണ്ട്. സ്പോർട്സിൻ്റെ തന്നെ ഫിറ്റ്നസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. പിന്നെ തെറാപ്പികൾ, സ്പോർട്സ് താരങ്ങൾക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്ന സൈക്കോളജി പഠിക്കാം, ഫിസിയോതെറാപ്പി പഠിക്കാം, അതിൻ്റെ ടെക്നിക്കൽ ഭാഗമായിട്ടുള്ള ക്യാമറ, സ്പോർട്സ് ജേർണലിസ്റ്റ് ആവാം. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ ഡയറക്റ്റ് നോക്കുമ്പോൾ ഡോക്ടർ, എൻജിനീയർ അല്ലെങ്കിൽ ടെക്നീഷ്യൻ അങ്ങനെയുള്ള കാണാതെ തന്നെ നമ്മുടെ ടാലൻറ്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് എങ്ങനെ ശോഭിക്കാം അതുകൂടെ നോക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ കണ്ണുടച്ച് ഇതിനകത്തേലും ചാടുന്നത് നല്ലതായിരിക്കത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു 16 വയസ്സായിട്ട് അല്ലെങ്കിൽ 18 വയസ്സായിട്ടും ചിലപ്പോൾ അവരുടെ ടാലൻ്റ് എന്താ എന്ന് അറിയത്തില്ല. ചിലർക്ക് ഹൈഡൻ ടാലൻസ് കാണും, എന്ന് വെച്ചാൽ ഇതുവരെ റിവീൽ ആവാതെ കിടക്കുന്ന, നമ്മൾ ആ വശത്തേക്ക് ചിന്തിക്കാതെ കിടക്കുന്ന കുറേ ടാലൻറ്റുകൾ കാണും. അതിനെ ഇപ്പം അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിക്കുക. നമ്മുടെ കൂട്ടുകാരായിരിക്കും, അമ്മയുടെ അടുത്ത് ചോദിക്കുക, അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് ചോദിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന എവിടെയൊക്കെയാണോ അവിടെയെല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവർ പറയും, അവർ ഓരോ സൂചനകൾ തരും, അത് വെച്ചിട്ട് നമ്മൾ പൂരിപ്പിക്കണം. പൂരിപ്പിക്കുക എന്ന് വെച്ചാൽ അത് ഒരു ബുക്കിനകത്ത് ഇട്ട് എഴുതുക,
എഴുതിയിട്ട് നമ്മളത് നോക്കണം, ഇത് എനിക്ക് വർക്കൗട്ടാക്കും, അങ്ങനെ നോക്കുക. അതും പറ്റിയില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പല ജോലികൾ നോക്കുക. ഇപ്പോൾ 16 വയസ്സാണ് അല്ലെങ്കിൽ 18 വയസ്സാണെങ്കിൽ പല പല ജോലികൾ, അതിൻ്റെ ബേസിക് ജോലികൾ കാണും. ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യമാണെന്ന് വിചാരിച്ചോട്ടെ, നിങ്ങൾ കാറ്ററിംഗുകാരുടെ പോയി നോക്കുക, വിളമ്പാൻ പോയി നോക്കുക, അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് ചെയ്യുന്ന അവിടെ ഒരു ജോലി ചോദിച്ചു നോക്കുക. അപ്പോൾ നമുക്കൊരു 2 മാസമോ 3 മാസമോ ഒക്കെ നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് കാര്യങ്ങൾ പിടികിട്ടും. വെറുതെ നമ്മൾ വലിയ കോഴ്സിനൊന്നും പോകേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും തുടങ്ങി നോക്കുക. എന്ന് വെച്ചാൽ വളരെ ചുരുക്കം. അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കയറി എന്ന് നോക്കുക, സെയിൽസിലൊക്കെ ആൾക്കാരെ എടുക്കാൻ സാധ്യതയുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ അവിടെ കയറി എന്ന് നമ്മൾ ടെസ്റ്റ് ഡോസ് അടിച്ച് നോക്കുക. അപ്പം തന്നെ നമ്മുടെ ടാലൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ്. ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും 24 മണിക്കൂറുണ്ട്. 8 മണിക്കൂർ ഉറങ്ങിയ ശേഷം ബാക്കി നമുക്ക് ഉണർന്നിരിക്കുന്ന സമയമാണ്. അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നമ്മളിപ്പം 8 മണിക്കൂർ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്ത ശേഷം നമ്മൾ തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കേണ്ടതാണ്. പിന്നെ റിലാക്സ് ചെയ്യേണ്ടതാണ്. ഈ റെസ്റ്റ് എടുക്കുക, റിലാക്സ് ചെയ്യുക എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മൊബൈൽ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൽ പോയിരിക്കുകയോ എന്നല്ല. ഒറ്റയ്ക്കിരിക്കാം, അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ സോഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാം. ഏതാണ് എക്സ്ട്രോവേർട്ടായിട്ടുള്ളവർക്കാണെങ്കിൽ ഈ വോളണ്ടിയർ ചെയ്യത്തില്ല. ഇപ്പോൾ പാവങ്ങളെ സഹായിക്കുക, NSS ക്യാമ്പ്, അങ്ങനെയൊക്കെയുള്ളതാണ് വോളണ്ടിയറിങ്. അത് ചെയ്യാം. ഇൻട്രോവേർട്ടാണെങ്കിൽ നമുക്ക് ബുക്ക് വായിച്ചിരിക്കാം, സിനിമ കാണാം ഒറ്റയ്ക്കിരുന്ന്, അങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്യാം. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒറ്റയ്ക്കിരിക്കുന്നതും അല്ലെങ്കിൽ മൊബൈൽ മാറ്റി വെച്ചിരിക്കുന്നതൊക്കെ. അതൊക്കെ നമുക്ക് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഏജ് ഒരു 18 വയസ്സായ ആൾക്കാർക്ക് ചിലപ്പം എൻജിനീയറിംഗ് റിപ്പീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലൊക്കെ 1 വർഷമൊക്കെ ചിലപ്പം പോയിരിക്കാം. അതൊന്നൊരു കാര്യമുള്ള കാര്യമല്ല. പല ആൾക്കാരും ഇപ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ 40-ആം വയസ്സിലൊക്കെയാണ് അവർ ഓരോ കോഴ്സൊക്കെ പഠിക്കുന്നത്. അപ്പം 1 വർഷം പോയെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത പ്രാവശ്യം അഡ്മിഷൻ എടുക്കുന്നത് നിങ്ങളെക്കാട്ടി മൂത്ത ആൾക്കാരുടെ കൂടെ ആയിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്. അത് വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ വേറെ എന്തെങ്കിലും കാര്യമുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് ഇടുക. അത് ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രയോജനപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം.